കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞ് ഷർട്ടും കഴിച്ച് നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് RSS മനോഭാവമുള്ള ഒരു വ്യക്തിയുടെ പേരാണ് പി മോഹനൻ. പി മോഹനൻ എന്ത് പറഞ്ഞാലും അത് ഇസ്ലാമിസ്റ്റ് ആണ്, അത് പോപ്പുലർ ഫ്രണ്ടാണ്, അത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു സമുദായത്തെ അപരവൽക്കരിക്കുന്ന ഏറ്റവും നികൃഷ്ടവും നിന്ദ്യവുമായ ഭാഷയിൽ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പി മോഹനൻ. അതുപോലെ തന്നെ CPM കുറെ RSSന്റെ സംഘപരിവാർ മനസ്സുള്ള കുറെ നേതാക്കന്മാരുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ചയാണ് MEC7 എന്ന് പറയുന്ന ഒരു ആരോഗ്യ വ്യായാമ കൂട്ടായ്മയെ കുറിച്ചിട്ട് ഏറ്റവും എന്താ പറയുക മോശപ്പെട്ട രീതിയിൽ അതിന് തീവ്രവാദ സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറയാൻ പറ്റിയത്? അങ്ങനെയുണ്ടെങ്കിൽ പി മോഹന, നിന്റെ പാർട്ടിക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. നിനക്ക് സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് സഖാവ് പിണറായി വിജയൻ. നിന്നുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് സഖാവ് പിണറായി വിജയൻ. അയാളാണ് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്. ഒരു പരാതി കൊടുത്തിട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് തീവ്രവാദ സ്വഭാവമോ അങ്ങനെ തീവ്രവാദികളുണ്ടെങ്കിൽ പിടിച്ചകത്തിട്. മറ്റൊരു കാര്യം പറയട്ടെ, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് സഖാവ് പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയെയും ഇക്കാലത്താണ്. നിങ്ങൾ രണ്ടു കൂട്ടരും ഈ കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തിൽ ഇരിക്കുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നത്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വാധീനം ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും പരാജയമാണെന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇവിടെ RSSന്റെ കുറുവടി ഏന്തിട്ട് കേരളം മൊത്തം, പ്രത്യേകിച്ച് CPM സ്വാധീനമുള്ള സർവ്വ മേഖലയിലും ഓരോ ദിവസം ശാഖകൾ കൂടിക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നവുമില്ല. കളമശ്ശേരിയില് 8 മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ, ഒരു ക്രിസംഗി കാസ എന്ന് പറയുന്ന സംഘടനയുടെ ഉത്തരവാദിത്തത്തിന് ഇത്ര പേർക്ക് മനുഷ്യരെ കൊന്നുകളഞ്ഞ് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഭീകരവാദ സ്ഫോടനമായിരുന്നു അത്. അതില് പങ്കെടുത്ത ഒരാൾക്ക് UAP കൊടുത്തു. അതിനുശേഷം ആ UAP പിൻവലിച്ചു. അപ്പൊ നിങ്ങൾ ക്രിസംഗികളെയും RSSനെയും കൂട്ടുപിടിച്ച് ഈ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സമുദായത്തെ അപരവൽക്കരിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ആർജവമുള്ള ആണത്തമുള്ള മനുഷ്യര് ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ എല്ലാ തോന്നിവാസങ്ങളും, നിങ്ങളെല്ലാ നെറികേടുകളും നമ്മൾ സമ്മതിച്ച് തരണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് AKG സെന്ററിൽ പോയിട്ട് പറഞ്ഞാൽ മതി. AKG സെന്ററിൽ അണ്ടംഗമ്മികളായിട്ടിരിക്കുന്ന, യാതൊരു വിവരമില്ലാത്ത, എന്താ പറയാ, ഈ മസ്തിഷ്കം ഒക്കെ മൊത്തം പണയപ്പെടുത്തിയ ആ അണ്ടംഗമ്മികളോട് പറഞ്ഞാൽ മതി എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.